ബെസ്റ്റ് ബെറ്റ് പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. നമ്മൾ സിനോണിംസ് എന്ന ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് റൂട്ട് വേർഡ് ടെക്നിക്ക് എന്ന മെത്തേഡിലൂടെയാണ്. ആ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇതിൽ നമ്മൾ 5 റൂട്ട് വേർഡുകളും അതുമായി ബന്ധപ്പെട്ട സിനോണിംസും പഠിക്കുന്നതാണ്. ഇതിലെ ഒന്നാമത്തെ റൂട്ട് വേർഡാണ് ആൾട്ടർ. ആൾട്ടർ ആൾട്ടർ എന്ന റൂട്ട് വേർഡിൻ്റെ അർത്ഥം അതർ എന്നാണ്. ആൾട്ടർ എന്ന റൂട്ട് വേർഡിൻ്റെ അർത്ഥം അതർ. അതർ എന്ന് പറഞ്ഞാൽ വേറൊന്ന്, രണ്ടാമത്തേത്, മറ്റുള്ളവർ എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് വരുന്നത്. അതാണ് വേറൊന്ന്, രണ്ടാമത്തേത്, മറ്റുള്ളവർ എന്നീ അർത്ഥത്തിലാണ് അതർ എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾട്ടർ എന്ന് പറയുന്ന റൂട്ട് വേർഡ് വെച്ച് വരുന്ന വേർഡ് നോക്കാം. ഒന്നാമത്തെ വേർഡ് ആൾട്രോയിസം. ആൾട്രോയിസം എന്നാണ് ഒന്നാമത്തെ വേർഡ്. ഈ ആൾട്രോയിസം എന്ന് പറയുന്ന വേർഡിന് നമുക്ക് ആൾട്ടർ പ്ലസ് ഇസം എന്ന് ചേർക്കാം. ആൾട്ടർ പ്ലസ് ഇസം എന്ന് ഡിവൈഡ് ചെയ്യാം. ഇതിൽ ഈ ആൾട്ടർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതർ എന്നാണെന്ന് പറഞ്ഞു. അതർ എന്നാണ്. ഇത് യഥാർത്ഥ ആൾട്രോയിസത്തിൽ വരുമ്പോൾ ഈ അതർ എന്ന് പറയുന്ന വാക്ക് വെൽഫെയർ ഓഫ് അതേഴ്സ്, വെൽഫെയർ ഓഫ് അതേഴ്സ് എന്ന് വരും. അതായത് മറ്റുള്ളവരുടെ ക്ഷേമം, മറ്റുള്ളവരുടെ ക്ഷേമം, മറ്റുള്ളവരുടെ ക്ഷേമം എന്ന് വരും. അപ്പോൾ വെൽഫെയർ ഓഫ് അതേഴ്സ്. അപ്പോൾ ഇവിടെ ആൾട്ടർ നമുക്ക് വെൽഫെയർ ഓഫ് അതേഴ്സ് എന്ന് എടുക്കാം. ഏതെങ്കിലും വേർഡിന്റെ ലാസ്റ്റ് നിങ്ങൾ ഇസം എന്ന് കണ്ടു കഴിഞ്ഞാൽ, ISM എന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഫിലോസഫിയാണ് എന്ന് മനസ്സിലാക്കുക. അതൊരു ഫിലോസഫിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഫിലോസഫി ഓഫ് പുട്ടിങ് അതേഴ്സ് വെൽഫെയർ എബോവ് വൺസ് ഓൺ. അതായത് തൻ്റെ ക്ഷേമത്തെക്കാളും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി ജീവിക്കുക എന്ന ഫിലോസഫിക്കാണ് നമ്മൾ ആൾട്രോയിസം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക, ഇത് ലക്ഷ്യം വച്ചിട്ടുള്ള ഒരു ഫിലോസഫിയാണ് ആൾട്രോയിസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വേർഡ് നോക്കിയേ, ആൾട്രോയിസ്റ്റ്. ആൾട്രോയിസ്റ്റിനെ നമുക്ക് ആൾട്ടർ പ്ലസ് ഇസ്റ്റ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാം. ആൾട്ടർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാം, എന്താണ്? വെൽഫെയർ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ക്ഷേമം, മറ്റുള്ളവരുടെ ക്ഷേമം. ഈ IST, ഇസ്റ്റ് എന്ന് പറയുന്ന വാക്ക് വൺ ഹൂ, ആരാണോ ചെയ്യുന്നത് അയാൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൾട്രോയിസ്റ്റ് എങ്ങനെ പറയാം? വൺ ഹൂ ലിവ്സ് ഫോർ ദി വെൽഫെയർ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി ജീവിക്കുന്ന ആൾ, അയാളെ നമുക്ക് എന്ത് പറയാം? ആൾട്രോയിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ആൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ക്ഷേമം, ആൾട്ടർ വെൽഫെയർ ഓഫ് അതേഴ്സ്, പ്ലസ് ഇസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് ആരാണോ അയാൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ എന്താണ് ആൾട്രോയിസ്റ്റ്? വൺ ഹൂ ലിവ്സ് ഫോർ ദി വെൽഫെയർ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി ജീവിക്കുന്ന ആളിനെ നമ്മൾ ആൾട്രോയിസ്റ്റ് എന്ന് പറയും. ഇതേ സിമിലർ അർത്ഥം വരുന്ന വേർഡാണ് ഫിലാന്ത്രോപ്പ് എന്ന് പറയുന്നത്. ഫിലോ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ലവ് എന്നാണ്. ഫിലോ എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ലവ് എന്നാണ്. ആന്ത്രോപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹ്യൂമൻ കൈൻഡ് എന്നാണ്. ഹ്യൂമൻ കൈൻഡ്, ഹ്യൂമൻ കൈൻഡ് എന്നാൽ മനുഷ്യവർഗം. അപ്പോൾ ഫിലാന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന ആൾ, അതായത് മനുഷ്യസ്നേഹി, മനുഷ്യസ്നേഹി. ഇതേ അർത്ഥം തന്നെയാണ് ആൾട്രോയിസ്റ്റിനും വരുന്നത്. അടുത്ത 3 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട 3 വാക്കുകളാണ്. PSCക്ക് സ്ഥിരം ചോദിക്കുന്ന വാക്കാണ്. ഒന്ന് ആൾട്ടർനേറ്റ് എന്ന് പറയുന്ന വേർഡ്, രണ്ടാമത്തത് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന വേർഡ്, 3 ആൾട്ടറേഷൻ എന്ന് പറയുന്ന വേർഡ്. അപ്പം നോക്കിയേ, ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടുള്ള എന്നാണ്. ആൾട്ടർ എന്ന് പറയുന്ന വേർഡ്, ആൾട്ടർ എന്നുണ്ട്, എന്താണ്? ഒന്നിടവിട്ടുള്ള. അതായത് ആൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് കേട്ടാണ്, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ. ആൾട്ടർനേറ്റ് ഡേയ്സ്, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ. അപ്പൊ ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടുള്ള, ആൾട്ടർനേറ്റ് ഒന്നിടവിട്ടുള്ള. എന്നാൽ ആൾട്ടർനേറ്റീവ്, ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ പകരം, സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട്, പകരം. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ പകരം, സബ്സ്റ്റിറ്റ്യൂട്ട്. മൂന്നാമത്തത് ആൾട്ടറേഷൻ എന്നാണ്. ആൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ എ സ്മാൾ ചേഞ്ച്, ഒരു ചെറിയ മാറ്റം. എ സ്മാൾ ചേഞ്ച്, ഒരു ചെറിയ മാറ്റം. വാഹനങ്ങളിലൊക്കെ സാധാരണ വരുന്ന ചെറിയ മാറ്റം, അത് ആൾട്ടറേഷൻ എന്ന് പറയുന്ന ഇതിലാണ് വരുന്നത്. അപ്പോൾ ആൾട്ടറേഷൻ എ സ്മാൾ ചേഞ്ച്, ചെറിയ മാറ്റം. ഒന്നുകൂടെ പറയാം, ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടുള്ള, ആൾട്ടർനേറ്റ് ഡേയ്സ്, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ. ആൾട്ടർനേറ്റീവ് പകരം, സബ്സ്റ്റിറ്റ്യൂട്ട്. ആൾട്ടറേഷൻ
എ സ്മോൾ ചേഞ്ച്, ചെറിയ മാറ്റം. അപ്പോൾ ഇത് മൂന്നും നല്ലതുപോലെ കാണാതെ പഠിക്കണം. അടുത്ത വേർഡ് ആൾട്ടർ. ഇതും ആൾട്ടറാണ്. ഇതിന് നമ്മൾ അൾത്താര എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ അൾത്താര എന്ന് പറയും. പള്ളിയുടെയൊക്കെ അൾത്താര, പ്രാർത്ഥന നടക്കുന്ന സ്ഥലം അൾത്താര എന്ന് പറയും. ഇതിന് ആൾട്ടർ, ഈ ആൾട്ടർ അൾത്താരയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ALTAR, ആൾട്ടർ, അൾത്താര. ആൾട്ടർ ഈഗോ. ആൾട്ടർ ഈഗോ. ആൾട്ടർ എന്ന് പറഞ്ഞാൽ ദി അതർ. ആൾട്ടർ എന്നാൽ അതർ. ഈഗോ എന്ന് പറഞ്ഞാൽ ഐ, ഞാൻ എന്നാണ്. ഈഗോ എന്ന വാക്കിൻ്റെ അർത്ഥം ഐ, ഞാൻ എന്നാണ്. ഒരാളുടെ സ്വഭാവത്തിലെ മാറ്റം, അതായത് മറ്റൊരു ഞാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റമായിരിക്കും. പബ്ലിക്കായിട്ട് പെരുമാറുന്നത് പോലെ ആയിരിക്കത്തില്ല വീട്ടിൽ ഒരാൾ പെരുമാറുന്നത്. അപ്പോൾ അയാളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റത്തെ നമുക്ക് ആൾട്ടർ ഈഗോ എന്ന് പറയും. സ്വഭാവത്തിൽ വരുന്ന മാറ്റം. എന്താണ് ആൾട്ടർ ഈഗോ? എങ്ങനെ വരാം? ദി അതർ ഐ. അപ്പോൾ ദ അതർ ഐ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വഭാവത്തിലെ മാറ്റം അല്ലെങ്കിൽ മറ്റൊരു ഞാൻ. അപ്പോൾ ആൾട്ടർ ഈഗോ ഒരാളുടെ സ്വഭാവത്തിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത റൂട്ട് വേർഡാണ് വെർട്ടോ. വെർട്ടോ എന്ന് പറയുന്ന റൂട്ട് വേർഡ്. വെർട്ടോ എന്ന റൂട്ട് വേർഡിൻ്റെ അർത്ഥം ടു ടേൺ എന്നാണ്. ടു ടേൺ മീൻസ് അങ്ങനെ ആയിരിക്കുക, നോക്കിയിരിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ പറയാം. അങ്ങനെ ആയിരിക്കുക, നോക്കിയിരിക്കുക. വെർട്ടോ എന്ന് പറയുന്ന വേർഡ്. ഒന്നാമത്തെ വേർഡ് നോക്കിയേ, ഇൻട്രോവേർട്ട്. ഇൻട്രോവേർട്ട്, ഈ വേർഡിനെ നമുക്ക് ഇൻട്രോ പ്ലസ് വെർട്ടോ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഇൻട്രോ പ്ലസ് വെർട്ടോ എന്ന് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് ഇൻട്രോ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം ഇൻവേർഡ് എന്നാണ്. ഇൻട്രോ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം ഇൻവേർഡ് എന്നാണ്. ഇൻവേർഡ് എന്ന് വെച്ചാൽ അകത്തേക്ക്. ഇൻവേർഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അകത്തേക്ക്. വെർട്ടോ മീൻസ് ടു ടേൺ, അതായത് ആയിരിക്കുക അല്ലെങ്കിൽ നോക്കിയിരിക്കുക. ആയിരിക്കുക എന്ന് വെച്ചാൽ ഒരാൾ എപ്പോഴും അകത്തേക്ക് നോക്കിയിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും അകത്തേക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാൾ നമുക്ക് എന്ത് പറയാം? ഇൻട്രോവേർട്ട് എന്ന് പറയാം. മലയാളത്തിൽ നമ്മൾ അന്തർമുഖൻ എന്ന് പറയും. എ ക്വയറ്റ് ഷൈ പേഴ്സൺ ഹു പ്രിഫേഴ്സ് ടു ബി എലോൺ. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻട്രോവേർട്ട്. മറ്റുള്ളവരുമായി ഇടപെടുന്നത് വളരെ കുറച്ച് ആഗ്രഹിക്കുന്ന ആൾ, അയാൾ നമുക്ക് ഇൻട്രോവേർട്ട് എന്ന് പറയാം, അന്തർമുഖൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ വേടുന്ന എ ക്വയറ്റ്, ശാന്തനായിട്ടുള്ള, ജനറലി ഷൈ പേഴ്സൺ ഹു പ്രിഫേഴ്സ് ടു ബി എലോൺ, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയും. ഇൻട്രോവേർട്ടിന് നമ്മൾ എങ്ങനെയാണ് വന്നത്? ഇൻട്രോ എന്ന് പറയുന്ന വേർഡിന് ഇൻവേർഡ്. ഇൻവേർഡ് മീൻസ് അകത്തേക്ക് എന്നുള്ള അർത്ഥം. ഇതിന് നേരെ ഓപ്പോസിറ്റ് വേർഡാണ് എക്സ്ട്രോവേർട്ട് വരുന്നത്. എക്സ്ട്രോവേർട്ട്, അതിൽ ഈ എക്സ്ട്രോ എന്ന് പറയുന്ന വേർഡില്ലേ, അതിന് നമ്മൾ ഔട്ട്വേർഡ്, പുറത്തേക്ക്. എക്സിറ്റ് എന്നൊക്കെ നമ്മൾ പറയും. എക്സിറ്റ്, പുറത്തേക്ക്. അപ്പോൾ എക്സ്ട്രോവേർട്ട്, എക്സിറ്റ്, പുറത്തേക്ക്. വെർട്ടോ മീൻസ് പുറത്തേക്ക് തിരിഞ്ഞിരിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഡ്രോസ് എനർജി ഫ്രം ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ് ആൻഡ് ദി എക്സ്റ്റേണൽ വേൾഡ്. എ പേഴ്സൺ ഹു ഡ്രോസ് എനർജി, അയാൾക്ക് എനർജി ലഭിക്കുന്നത്, അയാൾ എനർജി സ്വീകരിക്കുന്നത് ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുമ്പോഴാണ്, മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴാണ്. ആൻഡ് ദ എക്സ്റ്റേണൽ വേൾഡ്, പുറം ലോകത്തെ കാഴ്ചകൾ, അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അയാൾക്ക് എനർജി കൂടുതൽ ലഭിക്കുന്നത്. അയാൾ നമുക്ക് ബഹിർമുഖൻ എന്ന് പറയും. ബഹിർമുഖൻ. ഇൻട്രോവേർട്ടിന് എനർജി ലഭിക്കുന്നത് എപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴായിരിക്കും. എക്സ്ട്രോവേർട്ടിന് എനർജി ലഭിക്കുന്നത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴാണ്. അപ്പോൾ അതാണ് അവിടെ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇൻട്രോവേർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ് എക്സ്ട്രോവേർട്ടിന് വരുന്നത്. അടുത്ത വാക്കാണ് ആംബിവർട്ട്. ആംബിവർട്ടിന് നമുക്ക് ആംബി പ്ലസ് വെർട്ടോ എന്നിങ്ങനെ തിരിക്കാം. ആംബി എന്ന വാക്കിൻ്റെ അർത്ഥം ബോത്ത്, രണ്ടുമെന്ന്. ബോത്ത്, രണ്ടും. വെർട്ടോ മീൻസ് ആയിരിക്കുക. അതായത് എ പേഴ്സൺ ഹാവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. ഇൻട്രോവേർട്ടിൻ്റെയും എക്സ്ട്രോവേർട്ടിൻ്റെയും സ്വഭാവങ്ങൾ അടങ്ങിയ, ആ സ്വഭാവം കാണിക്കുന്ന വ്യക്തിയെ നമ്മൾ ആംബിവർട്ട് എന്ന് പറയും. ഭൂരിഭാഗം ആളുകളും ആംബിവർട്ട് എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്നതാണ്. ചില സമയങ്ങളിൽ ഇൻട്രോവേർട്ടിൻ്റെയും ചില സമയങ്ങളിൽ എക്സ്ട്രോവേർട്ടിൻ്റെയും സ്വഭാവം കാണിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എ പേഴ്സൺ ഹാവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. ഇൻട്രോവേർട്ടിൻ്റെയും എക്സ്ട്രോവേർട്ടിൻ്റെയും സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് അയാൾ എന്ത് പറയുന്നു? ആംബിവർട്ട് എന്ന് പറയുന്നു. ആംബിവർട്ട് എന്ന് പറയുന്നു. ആംബിഡെക്സ്ട്രസ്.
ആംബി ഡെക്സ്ട്രസ് എന്ന് പറഞ്ഞ വേർഡ് നോക്കി വെച്ചേക്കുക. ഇതിൽ നമുക്ക് ആംബി പ്ലസ് ഡെക്സ്ട്രസ് എന്ന് തിരിയാം. ആംബി പ്ലസ് ഡെക്സ്ട്രസ്. ആംബി എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ബോത്ത്, രണ്ടും എന്നാണ്. അപ്പോൾ ഈ ഡെക്സ്ട്രസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പറയുന്നതിന് മുന്നേ ഈ ഡെക്സ്റ്റർ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം റൈറ്റ് ഹാൻഡ്, വലത് കൈ എന്നാണ്. വലത് കൈ എന്നാണ്. അതായത് പണ്ട് സമയത്ത് ആളുകൾ മിക്ക കാര്യങ്ങൾക്കും വലത് കൈയാണ് യൂസ് ചെയ്തിരുന്നത് ജോലി ചെയ്യാനായിട്ട്. ആ സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും വലത് കൈ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ സ്കിൽഫുൾ കാര്യങ്ങൾക്കും യൂസ് ചെയ്തിരുന്ന കൈ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡാണ്. അതായത് ഒരാളുടെ ഒരു വാക്ക് എന്ന് പറയുന്നത് വലത് കൈ ആയിരിക്കും. അപ്പം അതിൽ നിന്നാണ് ഡെക്സ്ട്രസ് എന്ന വാക്കിന് സ്കിൽഫുൾ എന്ന് പറയുന്ന, വൈദഗ്ധ്യമുള്ള എന്നുള്ള അർത്ഥം കിട്ടിയത്. അതായത് ആംബി ഡെക്സ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഹാൻഡ് എന്താണ്, എ പേഴ്സൺ ഹൂ ഈസ് കേപ്പബിൾ ഓഫ് യൂസിങ് ബോത്ത് ഹാൻഡ്സ് വിത്ത് ഈക്വൽ സ്കിൽ. അതായത് രണ്ട് കൈകളും ഒരേപോലെ യൂസ് ചെയ്യാൻ കഴിയുന്ന ആൾ. അതായത് രണ്ട് കൈകളും വലത് കൈ പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾ, അയാളെ പറയുന്ന പേരാണ് ആംബി ഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. ഈ റൈറ്റ് ഹാൻഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. അതായത് ലാറ്റിൻ ഭാഷയിൽ സിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് എന്നാണ്. ലെഫ്റ്റ് ഹാൻഡ്, അതായത് ഇടത് കൈ കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നത് വളരെ മോശം കാര്യമായിട്ടാണ് ആ സമയത്ത് ആൾക്കാർ കരുതിയിരുന്നത്. സിനിസ്റ്റർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നെഗറ്റീവ് ആശയങ്ങളായിട്ടുള്ള ഡേഞ്ചറസ്, ഈവിൾ, ത്രെട്ടനിങ് ഇവയെല്ലാം സിനിസ്റ്ററിൻ്റെ സിനോണിമായിട്ട് മാറി. അപ്പോൾ സിനിസ്റ്ററിൻ്റെ സിനോണിം എന്തൊക്കെയാണ്? ഡേഞ്ചറസ്, ഈവിൾ, ത്രെട്ടനിങ്. അപകടം പിടിച്ച, പൈശാചികമായ, ഭീഷണിയായി മാറാവുന്ന. ആംബി ഡെക്സ്ട്രസിലെ ഡെക്സ്റ്റർ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം, ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം റൈറ്റ് ഹാൻഡ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഡെക്സ്ട്രസിന് സ്കിൽഫുൾ എന്നുള്ള അർത്ഥം ലഭിച്ചു. അതേസമയം സിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡ്, ലാറ്റിൻ വേർഡ്, ലെഫ്റ്റ് ഹാൻഡ് എന്ന അർത്ഥം വരുന്ന വേർഡിന് ഡേഞ്ചറസ്, ഈവിൾ, ത്രെട്ടനിങ് എന്നീ അർത്ഥങ്ങൾ ലഭിച്ചു. മൂന്നാമത്തെ റൂട്ട് വേർഡാണ് പാൻ. പാൻ എന്ന് പറയുന്ന റൂട്ട് വേർഡ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. പാൻ എന്ന് വെച്ചാൽ ഓൾ, എവരിവെയർ, എല്ലാം, എല്ലായിടത്തും എന്നതിനർത്ഥം. എല്ലാം, എല്ലായിടത്തും എന്നതിനർത്ഥം വരുന്ന റൂട്ട് വേർഡാണ് പാൻ. ഒന്നാമത്തെ വേർഡ് നോക്കാം, പാൻ ഇന്ത്യ. പാൻ ഇന്ത്യ നമുക്ക് പാൻ പ്ലസ് ഇന്ത്യ എന്ന് എഴുതാം. പാൻ എന്ന് വെച്ചാൽ എവരിവെയർ, എല്ലായിടത്തും. ഇന്ത്യക്ക് നമ്മൾ ഇൻ ഇന്ത്യ എന്ന് എഴുതിയാൽ ഇന്ത്യയിൽ എല്ലായിടത്തും. അങ്ങനെ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞു. പാൻ ഇന്ത്യ മീൻസ് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും, എല്ലായിടത്തും, ഇന്ത്യയിലുടനീളം എന്നർത്ഥത്തിൽ പാൻ ഇന്ത്യ എന്ന് പറയുന്ന വേർഡ് വരും. പാൻ മീൻസ് എവരിവെയർ, ഇന്ത്യ, ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എല്ലായിടത്തും. രണ്ടാമത്തെ വേർഡ് നോക്കിയേ, പനസിയ. പനസിയ എന്ന് പറയുന്ന വേർഡ്, പാൻ എന്ന് പറയുന്ന വേർഡ് ഇവിടെയുണ്ട്. പാൻ മീൻസ് എല്ലാം, എല്ലാത്തിനും എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. എ ക്യൂർ ഫോർ ഓൾ ഡിസീസസ്. എ ക്യൂർ ഫോർ ഓൾ ഡിസീസസ്. ക്യൂർ എന്ന് വെച്ചാൽ ഒരു മരുന്ന്, എല്ലാ അസുഖങ്ങൾക്കുമുള്ള ഒരു മരുന്ന്, എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധം, ഒരു മരുന്ന്. അതിനെയാണ് പനസിയ എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിനെ നമ്മൾ ഒറ്റമൂലി എന്ന് പറയും. മലയാളത്തിൽ സാധാരണ അതിനെ ഒറ്റമൂലി എന്ന് പറയും. എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധം, അതിനെ നമ്മൾ പനസിയ എന്ന് പറയും. എ ക്യൂർ ഫോർ ഓൾ ഡിസീസസ്. അടുത്ത വേർഡ് നോക്കിയേ, പാൻഡമോണിയം. പാൻഡമോണിയം, ഈ വേർഡിന് നമുക്ക് പാൻ, ഡെമൻ എന്നിങ്ങനെ തിരിക്കാം. പാൻ മീൻസ് ഓൾ അല്ലെങ്കിൽ എവരിവെയർ, എല്ലായിടത്തും. എവരിവെയർ, എല്ലായിടത്തും. ഡീമൺ. ഡീമൺ മീൻസ് ഈവിൾ. എല്ലായിടത്തും ഈവിൾ. ഒരു രാജ്യത്തെ എല്ലായിടത്തും ഈവിൾ ആവുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കലാപം, അരാജകത്വം, നിയമലംഘനം, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? കെയോസ്, കൺഫ്യൂഷൻ, ഡിസോർഡർ. പാൻഡമോണിയം എന്ന് പറഞ്ഞാൽ കെയോസ്, കൺഫ്യൂഷൻ, ഡിസോർഡർ. എല്ലാ സ്ഥലങ്ങളിലും കലാപം, അരാജകത്വം, നിയമലംഘനം, ഇതിനെയാണ് നമ്മൾ പാൻഡമോണിയം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് കിട്ടിയത് നമുക്ക്? പാൻ പ്ലസ് ഡെമൻ. അതായത് പാൻ എന്ന് പറയുമ്പോൾ എവരിവെയർ, ഡെമൻ എന്ന് പറയുമ്പോൾ ഈവിൾ എന്നുള്ള അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എല്ലാ സ്ഥലങ്ങളിലും, രാജ്യത്തുടനീളം എന്താണ്? കലാപം, അരാജകത്വം, നിയമലംഘനം എന്നീ അർത്ഥം വരുന്ന കെയോസ്, കൺഫ്യൂഷൻ, ഡിസോർഡർ എന്ന് പറയുന്ന വേർഡ് കിട്ടും പാൻഡമോണിയം എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട്. അടുത്ത വേർഡാണ് പാൻതീയിസ്റ്റ്. പാൻതീയിസ്റ്റ്. പാൻ എന്ന് പറയുന്ന വേർഡ് ഓൾ എന്നാണ്. തീയിസ്റ്റ്. തീയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വൺ ഹൂ ബിലീവ്സ് ഇൻ ഗോഡ്. തീയിസ്റ്റ് എന്ന് വെച്ചാൽ അർത്ഥം വൺ ഹൂ ബിലീവ്സ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളിനെയാണ് നമ്മൾ തീയിസ്റ്റ് എന്ന് പറയുന്നത്. ഈ തീയിസ്റ്റിൻ്റെ മുന്നിൽ നമ്മൾ എ എന്ന് ഇട്ട് കഴിഞ്ഞാൽ
ഏത്തീയിസ്റ്റ് എന്നാവും. എ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം നോട്ട് എന്നാണ്. നോട്ട്. അപ്പം നോട്ട് എ തീയിസ്റ്റ്. ഏതീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീ ഈസ് നോട്ട് എ തീയിസ്റ്റ്, ദൈവവിശ്വാസി അല്ല. വൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾ, അയാളെ നമ്മൾ എന്ത് പറയുന്നത്? ഏതീയിസ്റ്റ് എന്ന് പറയുന്നത്. വൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾ, അയാളെയാണ് നമ്മൾ ഏതീയിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന വേർഡ് ആൻറ്റി അല്ലെങ്കിൽ നോട്ട് എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ ഏതീയിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. എന്നാൽ തീയിസ്റ്റ് ആകുമ്പോഴോ വൺ ഹൂ ബിലീവ്സ് ഇൻ ഗോഡ് ആവും. ഇവിടെ നോക്കിയേ, പാൻ തീയിസ്റ്റ്. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ എന്നാണ് അർത്ഥം, എല്ലാ. വൺ ഹൂ ബിലീവ്സ് ഇൻ ഓൾ ഗോഡ്സ് ഓഫ് ഓൾ റിലീജിയൻസ്, എല്ലാ മതങ്ങളിലെയും എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്ന വ്യക്തി. അപ്പോൾ എല്ലാ മതങ്ങളെയും എല്ലാ ദൈവങ്ങളെയും അംഗീകരിക്കുന്ന ആളുകളാണ് നമ്മൾ പാൻതീയിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം വൺ ഹൂ ബിലീവ്സ് ഇൻ ഓൾ ഗോഡ്സ് ഓഫ് ഓൾ റിലീജിയൻ. ഇവിടെ ഓൾ ഗോഡ്സ് ഓഫ് ഓൾ റിലീജിയൻ, എല്ലാ മതങ്ങളെയും എല്ലാ ദൈവങ്ങളെയും അംഗീകരിക്കുന്ന ആൾ, അയാളെയാണ് നമ്മൾ പാൻതീയിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, പാൻതിയോൺ. ഈ തിയോൺ എന്ന് പറയുന്ന വേർഡ് റിലേറ്റഡ് ടു ഗോഡ്, ദൈവവുമായി ബന്ധപ്പെട്ട വേർഡാണ് തിയോൺ എന്ന് പറയുന്നത്. തിയോൺ എന്ന് പറയുന്ന വേർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദൈവവുമായിട്ട്, ഗോഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ. ഇവിടെ നോക്കിയേ, പാൻതിയോൺ ആകുമ്പോൾ എ ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ഓൾ ഗോഡ്സ്, എല്ലാ ദൈവങ്ങൾക്കുമായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം, അതിനെയാണ് നമ്മൾ പാൻതിയോൺ എന്ന് പറയുന്നത്. എ ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ഓൾ ഗോഡ്സ്, എല്ലാ ദൈവങ്ങൾക്കുമായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രത്തിനെയാണ് നമ്മൾ പാൻതിയോൺ എന്ന് പറയുന്നത്. പനോരമ എന്ന് പറയുന്ന വേർഡ് നോക്കിയേ, പനോരമയെ നമുക്ക് പാൻ പ്ലസ് ഓരമ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാം. പാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓൾ എന്നാണ്, എല്ലാം എന്നാണ്. ഓരമ എന്ന വേർഡിൻ്റെ അർത്ഥം വ്യൂ എന്നാണ്, കാഴ്ച. കാഴ്ച എന്നാണ്. അപ്പോൾ പനോരമ എന്ന് പറഞ്ഞാൽ എ വ്യൂ ഓവർ എ വൈഡ് ഏരിയ ഓഫ് ലാൻഡ്, അതായത് ഒരു വലിയ പ്രദേശം, ആ പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ച, മൊത്തത്തിലുള്ള ചിത്രം, അതിനെ നമ്മൾ പനോരമ എന്ന് പറയും. എ വ്യൂ ഓവർ എ വൈഡ് ഏരിയ ഓഫ് ലാൻഡ്. പനോരമ എന്ന് വെച്ചാൽ എന്താണ്? എ വ്യൂ ഓവർ എ വൈഡ് ഏരിയ ഓഫ് ലാൻഡ്. പരിപൂർണ ചിത്രം അല്ലെങ്കിൽ സമ്പൂർണ്ണ കാഴ്ച എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. സാധാരണയായി ജോഗ്രഫിയിൽ മാപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പനോരമ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പനോരമയെ നമുക്ക് പാൻ പ്ലസ് ഓരമ എന്നിങ്ങനെ തിരിക്കാം. പാൻ എന്ന് വെച്ചാൽ ഓൾ, ഓരമ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ, കാഴ്ച. അപ്പോൾ എന്താ? എ വ്യൂ ഓവർ എ വൈഡ് ഏരിയ ഓഫ് ലാൻഡ്, പരിപൂർണ ചിത്രം അല്ലെങ്കിൽ സമ്പൂർണ്ണ കാഴ്ച എന്നിങ്ങനെ അർത്ഥം. അടുത്തത് പാൻഡമിക്. പാൻഡമിക്കിന് പാൻ പ്ലസ് ഡെമിക് എന്ന് എഴുതാം. പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ എന്നാണ് അർത്ഥം. ഡെമിക്കിന് നമ്മൾ ഡെമോസ് എന്ന് എഴുതാം. ഡെമോസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പീപ്പിൾ, ജനങ്ങൾ എന്നാണ്. അപ്പോൾ എന്താണ്? ഓൾ പീപ്പിൾ, അതായത് എ ഡിസീസ് സ്പ്രെഡ്സ് ഓൾ ഓവർ ദ കൺട്രി ഓർ വേൾഡ്. ഒരു രാജ്യം മുഴുവനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോട്ടോ പകരുന്ന രോഗത്തിന് നമ്മൾ പാൻഡമിക് എന്ന് പറയും. ഒരു രാജ്യം മൊത്തമായോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ പകരുന്ന രോഗത്തെ നമുക്ക് പാൻഡമിക് എന്ന് പറയാം. അടുത്ത നോക്കിയേ, എപ്പിഡെമിക് നോക്കിയേ. എപ്പി എന്ന് പറഞ്ഞാൽ അപ്പോൺ മുകളിൽ, ഡെമിക് എന്ന് പറഞ്ഞാൽ പീപ്പിൾ. അപ്പോൾ എ ഡിസീസ് അഫക്റ്റിംഗ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു അസുഖം, അതിന് നമുക്ക് എപ്പിഡെമിക് എന്ന് പറയാം, സാംക്രമിക രോഗമെന്ന് പറയാം. എന്നാൽ എപ്പിഡെമിക്കും പാൻഡമിക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻഡമിക് ഈസ് ബ്രോഡർ ദാൻ എപ്പിഡെമിക്. എപ്പിഡെമിക് എന്ന് പറയുന്ന അസുഖത്തിനേക്കാളും വ്യാപ്തി കൂടുതൽ ഏതിനുണ്ട്? പാൻഡമിക് എന്ന് പറയുന്ന അസുഖത്തിന് ഉണ്ട്. എന്നാൽ ഈ രണ്ട് അസുഖങ്ങളും ബാധിക്കുന്നത് ജനങ്ങളെയാണ്, എ ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെയാണ് ബാധിക്കുന്നത്. നാലാമത്തെ റൂട്ട് വേർഡാണ് ഫിഡ് എന്ന് പറയുന്നത്. ഫിഡ് എന്ന റൂട്ട് വേർഡിൻ്റെ അർത്ഥം ഫെയ്ത്ത്, ട്രസ്റ്റ് എന്നൊക്കെയാണ്, വിശ്വാസം എന്നൊക്കെയാണ്. ഫിഡ് എന്ന് പറയുന്ന റൂട്ട് വേർഡിൻ്റെ അർത്ഥം ഫെയ്ത്ത്, ട്രസ്റ്റ്, വിശ്വാസം എന്നിങ്ങനെയാണ്. ഒന്നാമത്തെ വേർഡ് നോക്കിയേ, ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്, ഫുൾനെസ്, ലോയൽറ്റി. ഫിഡ് എന്ന് പറയുന്ന വാക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ ഫെയ്ത്ത്, ഫുൾനെസ്, ലോയൽറ്റി, വിശ്വാസം, വിശ്വാസ്യത എന്നിങ്ങനെയാണ് ഫിഡിലിറ്റിയുടെ അർത്ഥം. നമുക്ക് ഫിഡിലിറ്റി എന്ന വാക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഫിഡ് എന്ന് പറയുന്ന വേർഡുമായിട്ട് കണക്ട് ചെയ്യാം. ഫിഡ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്, ട്രസ്റ്റ്, വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഫെയ്ത്ത്, ഫുൾനെസ്, ലോയൽറ്റി, ഫിഡിലിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് വരും.
അത് അടുത്ത വാക്ക് നോക്കി, ഇൻഫിഡിലിറ്റി. ഇൻഫിഡിലിറ്റി നമുക്ക് ഇൻ പ്ലസ് ഫിഡിലിറ്റി എന്ന് എഴുതാം. ഇതിൽ നോക്കിയേ, ഒരു വേർഡിൻ്റെ മുന്നിൽ പ്രിഫിക്സ് ആയിട്ട് ഇൻ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആശയമാണ്, നോ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ പ്രിഫിക്സ് ആയിട്ട് ഇൻ വന്നു കഴിഞ്ഞാൽ, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ ആദ്യം വരുന്ന വേർഡ്, അതിനാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഒരു വേർഡിൻ്റെ അവസാനം വരുന്നതിന് നമ്മൾ സഫിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? പ്രിഫിക്സ്, ഒരു വേർഡിൻ്റെ ആദ്യം. ഇവിടെ നോക്കിയേ, ഇൻഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ, ഇത് ആദ്യമല്ലേ കിടക്കുന്നത്, അപ്പോൾ ഇതിന് പ്രിഫിക്സ് എന്ന് പറയും. പ്രിഫിക്സ് ആദ്യം വരുന്നത്, നമ്മൾ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് മുന്നേ പഠിക്കുന്ന കോഴ്സ്, അത് പ്രീ ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രിഫിക്സ് ആയിട്ടുള്ള ഇൻ, ഇൻഫിഡിലിറ്റി. അപ്പോൾ ഇൻ എന്ന് പറയുന്ന വേർഡ് ആദ്യം വന്നു കഴിഞ്ഞാൽ അത് നോ എന്നാണ് അർത്ഥം. ഫിഡിലിറ്റി വിശ്വാസ്യത, ഫെയ്ത്ത്, നോ ഫെയ്ത്ത് വിശ്വാസം ഇല്ല, നോ ഫെയ്ത്ത് എന്ന് വരും. അപ്പോൾ എന്താണ്? ഫെയ്ത്ത് ലെസ്നെസ് അല്ലെങ്കിൽ ഡിസ്ലോയൽറ്റി, അവിശ്വാസം. അപ്പോൾ ഇൻഫിഡിലിറ്റി എന്ന് വെച്ചാൽ അർത്ഥം എങ്ങനെയാണ്? ഫെയ്ത്ത് ലെസ്നെസ് അല്ലെങ്കിൽ ഡിസ്ലോയൽറ്റി, അവിശ്വാസം എന്ന് വരും. അടുത്ത വേർഡ് നോക്കിയേ, ബോണഫൈഡ്. ബോണഫൈഡ് നമുക്ക് ബോണ എന്ന് പറയുന്ന വേർഡ് പ്ലസ് ഫൈഡ്. അപ്പോൾ ഫൈഡ് എന്ന് പറയുന്ന വേർഡ് അറിയാം, ഫൈഡ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്, വിശ്വാസമാണ്. ബോണ മീൻസ് ഗുഡ് എന്നാണ് അർത്ഥം. ബോണ എന്ന വേർഡിൻ്റെ അർത്ഥം ഗുഡ് എന്നാണ്. അപ്പം ഗുഡ് ഫെയ്ത്ത്, ഗുഡ് ഫെയ്ത്ത് അതായത് നല്ല വിശ്വാസം, അത് വിശ്വാസയോഗ്യമായ, വിശ്വസിക്കാൻ കഴിയാവുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന, വിശ്വാസയോഗ്യമായ. ഇതിൻ്റെ വേർഡുകൾ ബോണഫൈഡ് എന്താണ്? ജെനുവിൻ, ഓതൻറ്റിക്. വിശ്വാസയോഗ്യമായ എന്നുള്ളതിൻ്റെ സിനോണിം ഏതൊക്കെയാണ്? ജെനുവിൻ, ഓതൻറ്റിക്. അപ്പോൾ ബോണഫൈഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിംസ് ജെനുവിൻ, ഓതൻറ്റിക്. ഇതെങ്ങനെയാണ് വന്നത്? ബോണ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഗുഡ് എന്നാണ്. ഫൈഡ് മീൻസ് ഫെയ്ത്ത്, ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ ബോണഫൈഡ് എന്ന് പറയുമ്പോൾ ജെനുവിൻ, ഓതൻറ്റിക് എന്നർത്ഥം വരും. അടുത്ത വേർഡ് നോക്കിയേ, മാലഫൈഡ്. ഇത് ബോണഫൈഡ് ആണെങ്കിൽ ഇത് മാലഫൈഡ്. ഒരു വേർഡിൻ്റെ മുന്നിൽ മാല എന്ന് പറയുന്ന വേർഡ് അതിൻ്റെ നെഗറ്റീവ് അർത്ഥത്തിലാണ് വരുന്നത്. അത് മാലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ബാഡ് എന്നാണ്. മാലസ് എന്ന് പറഞ്ഞാൽ ബാഡ്. ഫിഡ് എന്ന് പറഞ്ഞാലോ ഫെയ്ത്ത്. അപ്പോൾ ബാഡ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ എന്താണ്? കപടമായ, കൃത്രിമമായ, വിശ്വാസം ഇല്ലാത്ത അവസ്ഥ. ബാഡ് ഫെയ്ത്ത്, കപടമായ അല്ലെങ്കിൽ കൃത്രിമമായ, അത് മാലഫൈഡ്. അതായത് ഇല്ലീഗൽ, ഫോൾസ്. എന്താണ് സിനോണിം വരുന്നത്? ഇല്ലീഗൽ, കൃത്രിമമായിട്ട് അല്ലെങ്കിൽ കപടമായിട്ട്, കൃത്രിമമായിട്ട് അല്ലെങ്കിൽ കപടമായിട്ട് നിർമ്മിക്കുന്നത്, അതാണ് ഇല്ലീഗൽ, ഫോൾസ്. മാലഫൈഡ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ, ഫോൾസ്. എ ഡോക്യുമെന്റ് ഓഫ് അഫർമേഷൻ ആൻഡ് ട്രസ്റ്റ്. എ ഡോക്യുമെന്റ് ഓഫ് അഫർമേഷൻ ആൻഡ് ട്രസ്റ്റ്, സത്യമാണ് ബോധിപ്പിക്കുന്നത് എന്ന ഡോക്യുമെന്റ്. സാധാരണഗതിയിൽ സത്യമാണ് ബോധിപ്പിക്കുന്നത് എന്ന ഡോക്യുമെന്റ്, ഇത് സാധാരണഗതിയിൽ ഒരു കോടതിയിലാണ് സമർപ്പിക്കുന്നത്. ഇതിന് നമ്മൾ അഫിഡവിറ്റ് എന്ന് പറയും. അഫിഡവിറ്റ്, സത്യവാങ്മൂലം എന്നാണ് പറയുന്നത്. അപ്പോൾ അഫിഡവിറ്റിൽ എന്തുണ്ട്? ഫിഡ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, ഫെയ്ത്ത് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. അപ്പോൾ ഫിഡ്. ഒന്നും കൂടെ പറയാം, എ ഡോക്യുമെന്റ് ഓഫ് അഫർമേഷൻ ആൻഡ് ട്രസ്റ്റ്, സത്യമാണ് ബോധിപ്പിക്കുന്നത് എന്ന ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് അഫിഡവിറ്റ്, സത്യവാങ്മൂലം. അതിലെ കീവേഡ് നിങ്ങൾ നോക്കി വെച്ചേക്കുക, ഫിഡ് എന്ന് പറയുന്ന ഈ വേർഡ്. അടുത്ത റൂട്ട് വേർഡാണ് നിയോ. ഇതിൻ്റെ അർത്ഥം ന്യൂ എന്നാണ്, പുതിയ എന്നാണ്. നോവ് അല്ലെങ്കിൽ നിയോ എന്ന റൂട്ട് വേർഡിൻ്റെ അർത്ഥം ന്യൂ, പുതിയത് എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്നാമത്തെ വേർഡ് നൊവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹൂ ഈസ് ന്യൂ ടു സംതിങ്. ഒരു തുടക്കക്കാരൻ, ബിഗിനർ. എന്തിൻ്റെയെങ്കിലും ഒന്നിലെ തുടക്കക്കാരൻ, ബിഗിനർ. അതിന് നമ്മൾ പറയുന്ന പേരാണ് നൊവൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അമച്വർ എന്ന് പറയുന്നതും നൊവൈസ് എന്ന് പറയുന്നതിൻ്റെ സിനോണിമാണ്. എന്താ അമച്വർ എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ ഹൂ ഈസ് ഡൂയിങ് സംതിങ് ഓൺലി ഫോർ പ്ലഷർ ആൻഡ് നോട്ട് ഫോർ മണി. പ്ലഷറിന് വേണ്ടി മാത്രം, അല്ല സന്തോഷത്തിന് വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തി. കാരണം അദ്ദേഹം ഇത് പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. അദ്ദേഹം പൈസയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളിനെ നമ്മൾ അമച്വർ എന്ന് പറയും. എന്ത് പറയും? അമച്വർ. എ പേഴ്സൺ ഹൂ ഈസ് ഡൂയിങ് സംതിങ് ഓൺലി ഫോർ പ്ലഷർ ആൻഡ് നോട്ട് ഫോർ മണി. ഒന്നുകൂടെ പറയാം, നൊവൈസ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഈസ് ന്യൂ ടു സംതിങ്, തുടക്കക്കാരൻ, പുതിയ ആൾ. ഇൻഎക്സ്പീരിയൻസ്ഡ് എന്നൊക്കെ നമുക്ക് പറയാം. ബിഗിനർ, തുടക്കക്കാരൻ. അമച്വർ എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു സിനോണിമാണ്.
നൊവൈസ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വെറ്ററൻ എന്നാണ്. നൊവൈസിൻ്റെ ഓപ്പോസിറ്റ് വെറ്ററൻ എന്നാണ്. വെറ്ററൻ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട്, എക്സ്പീരിയൻസ്ഡ്, എക്സ്പേർട്ട്, വിദഗ്ധൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നൊവൈസ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് വെറ്ററൻ എന്ന് പറയുന്നത്. അതേപോലെ അമച്വർ എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അമച്വർ എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് പ്രൊഫഷണൽ. രണ്ടാമത്തെ വേർഡ് നോവൽ. നോവൽ എന്ന വാക്കിൻ്റെ അർത്ഥം ന്യൂ എന്നാണ്, പുതിയത് എന്നാണ്. അപ്പം നോവ് എന്ന് പറയുന്ന വേർഡ് ഇതിനകത്തുണ്ട്, ന്യൂ എന്നാണ്. ഓക്കെ, നോവൽ പുതിയത്, ന്യൂ എന്ന്. അപ്പം നൊവൈസിലും നോവ് എന്ന് പറയുന്ന വേർഡുണ്ട്, നോവലിലും നോവ് എന്ന് പറയുന്ന വേർഡുണ്ട്. രണ്ടിൻ്റെ അർത്ഥം എന്താണ്? ന്യൂ, പുതിയത് എന്നാണ്. അടുത്ത വേർഡ് ഇന്നൊവേഷൻ. ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ പ്ലസ് നൊവേഷൻ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇൻ മീൻസ് ഇൻ ടു നൊവേഷൻ സെൽ ന്യൂ, ഇൻ ടു ന്യൂ, അതായത് പുതിയ ഒന്ന്. ഇൻ ടു ന്യൂ മീൻസ് പുതിയ ഒന്ന്. അപ്പോൾ ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ ടു മേക്ക് ഓർ ക്രിയേറ്റ് സംതിങ് ന്യൂ, പുതിയ ഒന്ന് സൃഷ്ടിച്ചെടുക്കുക. പുതിയ ആശയമാവാം, പുതിയ ഒരു സ്ട്രക്ചർ ആവാം. പുതിയ ഒന്നിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ അതിന് നമുക്ക് എന്ത് പറയാം? ഇന്നൊവേഷൻ എന്ന് പറയാം. പുതിയ ഒന്നിനെ ക്രിയേറ്റ് ചെയ്യും, ടു മേക്ക് ഓർ ക്രിയേറ്റ് സംതിങ് ന്യൂ. പുതിയ ഒന്നിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഇന്നൊവേഷൻ എന്ന് പറയും. അടുത്ത റെനോവേഷൻ. റെനോവേഷൻ എന്താ? റീ എന്ന് പറയുന്ന വേർഡ് എഗെയിൻ, ഒന്നുകൂടി. അപ്പോൾ ഒന്നുകൂടി എന്ന് പറയുമ്പോൾ അവിടെ ആൾറെഡി ഒരു സാധനം ഉണ്ട്, അതിനെ മാത്രമേ നമുക്ക് ഒന്നുകൂടി റീ ആയിട്ട് ഒന്നുകൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നൊവേഷൻ ചെയ്യുക, നൊവേറ്റ് ചെയ്യുക മീൻസ് പുതിയതാക്കുക, ന്യൂ ആക്കുക. അപ്പോൾ ഒന്നുകൂടി പുതിയതാക്കുക. ടു ഗിവ് ന്യൂ ലുക്ക് ടു സംതിങ്, ഏതെങ്കിലും ഒന്നിന് ഒരു പുതിയ ലുക്ക് കൊടുക്കുക, പുതിയ രൂപം കൊടുക്കുക, മോടി പിടിപ്പിക്കുക എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് ടു ഗിവ് ന്യൂ ലുക്ക് ടു സംതിങ്. അടുത്ത നോക്കിയേ, നിയോ നേറ്റൽ. നിയോ നേറ്റൽ എന്ന് പറഞ്ഞാൽ നിയോ എന്ന് പറയുന്ന വേർഡ് പ്ലസ് നേറ്റൽ. നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ, നേറ്റൽ മീൻസ് റിലേറ്റഡ് ടു ബേബീസ്, ശിശുക്കളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ റിലേറ്റഡ് ടു ന്യൂലി ബോൺ ബേബീസ്, നവജാത ശിശുവുമായി ബന്ധപ്പെട്ടതാണ് നിയോനേറ്റൽ. ഇപ്പം നിയോനേറ്റൽ എന്ന് പറയുമ്പോൾ നിയോ പ്ലസ് നേറ്റൽ, നിയോ മീൻസ് ന്യൂ, ന്യൂ. അപ്പോൾ നിയോനേറ്റൽ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ന്യൂലി ബോൺ ബേബീസ്, നവജാത ശിശുവുമായി ബന്ധപ്പെട്ടത്. അപ്പം നിയോനേറ്റലിന് നമുക്ക് നിയോ പ്ലസ് നേറ്റൽ, നിയോ മീൻസ് ന്യൂ, നേറ്റൽ മീൻസ് ബേബീസ്. അപ്പോൾ നിയോനേറ്റൽ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ന്യൂലി ബോൺ ബേബീസ്, നവജാത ശിശുവുമായി ബന്ധപ്പെട്ടത് എന്ന അർത്ഥത്തിൽ എഴുതാം. റൂട്ട് വേർഡിൻ്റെ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.